ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കുള്ള വീഡിയോ ആണ്. അപ്പം ആഫ്റ്റർ ഒരു 6 മന്തിന് ശേഷം നമ്മൾ ബേബീസിന് സോളിഡ് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിലെ മെയിൻ ഒരു ഫുഡാണ് റാഗി. മുത്താറി എന്ന് പറയും, അല്ലെങ്കിൽ പുല്ല് എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ മുത്താറി എന്നാണ് പറയാം. അപ്പം എൻ്റെ മോനിപ്പോൾ ഒരു 1.5 വയസ്സായി. അപ്പം അവന് ഞാൻ എങ്ങനെയാണ് റാഗി കുറുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് ഒരു ട്രഡീഷണൽ രീതിയാണ്. ഇപ്പം എല്ലാവരും എന്താ പറയുക, പൊടിച്ച് വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ കുറുക്കുണ്ടാക്കാൻ വേണ്ടി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് മുത്താറി. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർത്ത് മുത്താറി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതൊരു ട്രഡീഷണൽ രീതിയിലുള്ള മെത്തേഡാണ് കുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പനങ്കൽക്കണ്ടാണ്. ഇത് ഞാൻ ഹർഷോദയ എന്നറിയുന്ന നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. നോർമലി നമ്മളെ സാധാ കൽക്കണ്ടം യൂസ് ചെയ്യുന്നവരും ഉണ്ട്. കുറച്ചുകൂടെ നല്ലത് ഈ പനങ്കൽക്കണ്ടം കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് വയറിന് നല്ലത്. അപ്പം നമ്മുടെ റാഗി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാലൊന്ന് വേർതിരിച്ചെടുക്കണം. പണ്ടൊക്കെ എല്ലാവരും ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കാരണം പറയായിരുന്നു തവിട് കുട്ടികളുടെ വയറിന് നല്ലതല്ല, വയറുവേദന വരും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം കാലം മാറിയപ്പോൾ എല്ലാവരും പറയും തവിട് നല്ലതാണ്, വയറിന് തവിടുള്ള ഫുഡാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതുപോലെ അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒരു തവണ അരിച്ചെടുക്കാം. ഒരു തവണ അരിച്ചാലും അതിൽ പാലിൻ്റെ അകത്ത് ഒത്തിരി തവിട് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പനങ്കൽക്കണ്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി അത് സിറപ്പാക്കി എടുക്കണം. ഞാൻ അപ്പം ഉണ്ടാക്കുമ്പം അപ്പം സിറപ്പാക്കാറാണ് പതിവ്. കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ളത് കൽക്കണ്ടം എടുത്തിട്ട് അത് സിറപ്പാക്കി എടുക്കലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അരിച്ചെടുത്താൽ അതിലത്തെ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. മോൻ 1.5 വയസ്സായി, അതുകൊണ്ടാണ് ഞാൻ പാലൊഴിക്കുന്നത്. 6 മന്ത് ബേബീസിനൊന്നും പാലൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോൾ പാലൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് 1 സ്പൂൺ പ്രോട്ടീൻ പൗഡർ ചേർക്കുന്നുണ്ട്. നട്ട്സ് പ്രോട്ടീനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. നട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ അത്യാവശ്യം ഒത്തിരി നട്ട്സ് ഉണ്ട്. ബദാമുണ്ട്, അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, പിസ്ത, പീനട്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുള്ള ഇതാണ്. ബേബീസിന് വെയിറ്റ് ഗെയിനിങ്ങിനും അവരുടെ ഫുഡ് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനാണ്. പിന്നെ അതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളുടെ റാഗിയിൽ നിന്ന് എടുത്ത പാലൊഴിച്ച് കൊടുക്കാം. ഒരു വയസ്സിന് ശേഷം ഇവരുടെ കുട്ടികളുടെ ഫുഡിൽ നട്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുന്നേ അവർക്ക് പാലും നട്ട്സും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് കുറുകി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് കൂടാതെ ഞാൻ മോന് കൊടുക്കുന്ന മറ്റ് ഫുഡുകളാണ് നവര, സൂചി ഗോതമ്പ് ഒക്കെ. അപ്പോൾ അതും ഓരോ ദിവസം നമ്മൾ ഇടവിട്ട് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനും കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും. ഡെയിലി നമ്മൾ റാഗി തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അതാണ് മക്കൾ ചിലപ്പം ഫുഡ് കഴിക്കാതെയൊക്കെ നിൽക്കും. ഡെയിലി അവർ ഒരേ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ തന്നെ ബോറടിക്കും. കുറച്ചും കൂടെ വലിയ ബേബീസ് ആകുമ്പോൾ കേട്ടോ, 1.5 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ വേഗം ടേസ്റ്റൊക്കെ അറിയാമല്ലോ. ഡെയിലി കഴിച്ച് ബോറടിക്കും. അപ്പോൾ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർ കഴിച്ചോളും. പിന്നെ ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മോൻ 1.5 വയസ്സായതുകൊണ്ട് ഞാൻ ഡെയിലി ഒരു നേരം കുറുക്ക് എന്തായാലും കൊടുക്കും.
അതുപോലെ മോന് കൊടുക്കുന്ന വേറൊരു ഫുഡാണ് മന്ന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെൽത്ത് മിക്സ്. അത് ഒത്തിരി ധാന്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കിട്ടിയതാണ്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നാട്ടിൽ. അപ്പം അതും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളുടെ റാഗി ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തലേന്ന് എന്താ പറയുക വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയൊക്കെ വേണം. അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് റാഗി ഇതുപോലെ ഉണക്കി പൊടിച്ച് വറുത്ത് വെച്ച് ടിന്നിലാക്കി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലെ കുറുക്കുണ്ടാക്കി എടുക്കാം. അതും ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.